ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മൾ MLTയുടെ സെക്കൻഡ് റിവിഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കോൺട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ് ടു ബോഡി വെയിറ്റ്. ടോട്ടൽ ബോഡി വെയിറ്റിൽ ബ്ലഡ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 7%, ഓപ്ഷൻ സി 11%, ഓപ്ഷൻ ഡി 9%. ഗസ് എങ്കിലും ചെയ്തോ? തെറ്റിയാ നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്യാമല്ലോ. 7%. ബി ആണോ സി ആണോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 7% കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സോ ബ്ലഡ് കോൺട്രിബ്യൂട്ട്സ് ടു 70% ഓഫ് ബോഡി വെയിറ്റ്. നമ്മുടെ ഫുൾ ബോഡിയുടെ 7% ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്? Engelmann's fluid, Turk's fluid, Dacey's fluid, Resecker solution. RBC diluting fluid ഏതാണിത്? ഓപ്ഷൻ സി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. Dacey's fluid is the answer. ഇതില് Engelmann's fluid is used for absolute eosinophil count. Turk's fluid is used for WBC dilution. Dacey's fluid is used for RBC dilution. Resecker solution is for പ്ലേറ്റ്ലെറ്റ്സ്. അതുപോലെ ഈ ഡേസീസ് ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ ഡിസ്റ്റിൽഡ് വാട്ടർ, ഫോർമാലിൻ, ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂയിഡ് ഇസ് RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ ഡേസീസ് ഫ്ലൂയിഡ് ആണ്. ട്രൈസോഡിയം സിട്രേറ്റും ഫോർമാലിനും ഡിസ്റ്റിൽഡ് വാട്ടറും അതിന്റെ കമ്പോണൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the amount of hemoglobin in female blood? ഫീമെയിൽസിന്റെ കേസാണ് പറയുന്നത്. ഓപ്ഷൻ എ 9.5. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. സി ആണോ പറഞ്ഞത്? സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 9.5 to 14.5 gram per dl, 10.5 to 15.5 gram per dl, 11.5 to 16.5 gram per dl. Option D 12.5 to 17.5 gram per dl. Correct answer option C ആണ് 11.5 to 16.5 gram per dl. Volume of RBCs per cubic milliliter of blood is called. Volume of RBC per cubic milliliter of blood. Option A PCV, option B MCV, option C MCH, option D MCHC. PCV. Yes, option A PCV is the correct answer. PCV എന്താണ്? പാക്ഡ് സെൽ വോള്യൂം. MCV എന്താണ്? മീൻ കോർപ്പസ്കുലർ വോള്യൂം. MCHC എന്താണ്? മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. MCH എന്താണ്? മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ. അപ്പൊ അതില് PCV എന്ന് പറയുമ്പോൾ ഏതാണ്? വോള്യൂം ഓഫ് RBCs പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. ബ്ലഡിൽ എത്ര RBC ഉണ്ട്, എത്ര പാക്ഡ് സെൽ വോള്യൂം ഉണ്ട് എന്നതിന്റെ ഒരു അളവാണ് PCV. ഇനി MCV എന്താണ്? Size of red blood cells and is expressed in femtoliters or cubic microns.
മൈക്രോമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഫെംറ്റോലീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. MCV എന്താണ്? മീൻ കോർപ്പസ്കുലർ വോള്യൂം. അപ്പൊ അവിടെ സൈസ് ഓഫ് RBC ആണ് പറയുന്നത്. നോർമൽ വാല്യൂ ഓഫ് MCVR 87 ± 7 FF. MCH quantifies the amount of hemoglobin per red blood cell. മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ. ഒരു RBCയിൽ എത്രത്തോളം ഹീമോഗ്ലോബിൻ ഉണ്ട്, അതാണ് MCH. MCHC is the measurement of amount of hemoglobin a red blood cell has relative to the size of the cell. ആ സൈസിനെ കൂടെ കമ്പയർ ചെയ്ത് ഇത്ര സൈസ് ഉള്ള ഒരു RBCയിൽ ഇത്ര മാത്രം ഹീമോഗ്ലോബിൻ ഉണ്ട്, ആ റിലേറ്റീവ് മെഷർ പറയുന്നതാണ് MCHC, മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് വോള്യൂം ഓഫ് RBC പെർ മില്ലിലീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ് ആണ്. അപ്പൊ വോള്യൂം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് PCV, പാക്ഡ് സെൽ വോള്യൂം. Normal value of bleeding time by Duke's method is option A 3 to 8 minutes, B. ഓപ്ഷൻ B ആണോ പറഞ്ഞത്? കറക്റ്റ് ആൻസർ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് 2 to 6 ആണെന്ന് അറിയാമെങ്കിലും മിനിറ്റ്സ് സെക്കൻഡ്സ് ആകുന്ന നോക്കണം. അത് മാത്രം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ് അവരുടെ സെക്കൻഡ്സ് എന്നും കൂടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എങ്ങനെ 2 to 6 സെക്കൻഡ്സ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മിനിറ്റ്സ് എന്നുള്ള നോക്കാതെ ചാടിക്കാൻ നമുക്ക് അറിയാവുന്ന വാല്യൂ മാത്രം കണ്ട് ടിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ B 2 to 6 minutes. In Leishman staining, fixation is done by. ലീഷ്മാൻ സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഫിക്സേഷൻ ഉപയോഗിക്കുന്ന ഏജന്റ് ഏതാണ്? ഓപ്ഷൻ എ ഇയോസിൻ, ഓപ്ഷൻ ബി മീഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ സി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ ഡി അസിറ്റോൺ. Methyl alcohol. യെസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മീഥൈൽ ആൽക്കഹോൾ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് an area of improved Neubar counting chamber is. ഓപ്ഷൻ എ 3 millimeter square, option B 6 millimeter square, option C 4 millimeter square, option D 9 millimeter square. Neubar counting chamberന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. 9 millimeter square. Option D is the correct answer. Option D, correct answer. Option D 9 millimeter square is the answer. Next, normal platelet count is. Option A 1.5 to 4.5 lakh per mm cube. Option B 50,000 to 1 lakh. Option D 50,000 to 5,000 to 11,000. Option D 5 to 6 lakh. Option A. Yes. എല്ലാരും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഓപ്ഷൻ എ 1.5 to 4.5 lakh per millimeter cube blood. Which of the following is a natural anticoagulant? Option A EDTA, option B double oxalate, option C ACD, option D heparin. Option D. Heparin. Heparin. Correct. Heparin is the correct answer. Good. Which of the following is not an anticoagulant used in blood sample collection? Not an anticoagulant ആണ്. Option A EDTA, option B potassium iodide, option C sodium citrate, option D heparin. Option B. Option B. Yes, very good. Potassium iodide is the correct answer. അടുത്തത് all blood banks in India is regulated by. Blood banks ന്റെ ഫംഗ്ഷൻ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമം. ഓപ്ഷൻ എ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഡ്രഗ് ലൈസൻസിംഗ് ആക്ട്, ഓപ്ഷൻ സി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആക്ട്, ഓപ്ഷൻ ഡി ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. Drugs and Cosmetic Act. Option A drug and cosmetic act is the correct answer. Correct ആണ് കേട്ടോ. All blood banks in India is regulated by drug and cosmetic act. Option A is the correct answer. Ideal shape of blood smear. Option A rectangular, option B spherical, option C tongue shaped, option D Option C. square. C tongue shape. Good. എല്ലാരും കറക്റ്റ് പറഞ്ഞു. ഓപ്ഷൻ സി ടങ് ഷേപ്ഡ് ആണ് കറക്റ്റ്. നെക്സ്റ്റ്, increasing all the cells in blood is known as. Option A pancytosis, option B
pancytopenia, option C pancellulitis, option D pan inflammation. A. Pancytosis. A. Pancytopenia. Option A, pancytosis. Pancellulitis. Pancytosis ആണ് കറക്റ്റ് ആൻസർ. ഇൻക്രീസ് ഇൻ ഓൾ ബ്ലഡ് സെൽസ് ആണ് പാൻസൈറ്റോസിസ്. ചിലരൊക്കെ പാൻസൈറ്റോപീനിയ പറഞ്ഞു. പാൻസൈറ്റോപീനിയ ഡിക്രീസ് ആണ്. ഓൾ ബ്ലഡ് സെൽസ് വരുമ്പോൾ പാൻ വരും. ഇനി ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ അതിനെ സൈറ്റോസിസും, ഡിക്രീസ് ആണെങ്കിൽ സൈറ്റോപീനിയ എന്നും പറയും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ പാൻസൈറ്റോസിസ്. ടൈപ്പ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. പാൻസൈറ്റോസിസ് ആണ് ആൻസർ. ഓക്കെ, ഇൻക്രീസ് ഇൻ ഓൾ ദ ബ്ലഡ് സെൽസ് ആർ ഓപ്ഷൻ എ പാൻസൈറ്റോസിസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, for blood collection in newborn child, the preferred sites of capillary blood collection. Newborn child le capillary blood collection the site. Option A fingertip, option B toe, option C ear tip, D all the above. Parnu. Option B. Toe. Option B toe. Correct ആട്ടോ. toe പറഞ്ഞവരെല്ലാം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി toe is the correct answer. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രേവിയാർഡ് ഓഫ് RBC. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. Spleen. ഓപ്ഷൻ സി സ്പ്ലീൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഡൗട്ട് പറഞ്ഞില്ലായിരുന്നോ, ഈ ഡിസ്പോസലിന്റെ കാര്യം? ഈ ടേബിൾ നോക്കിക്കേ. ഓപ്ഷൻ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റിന്റെ കളർ, ബാഗിന്റെ കളർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൽ യെല്ലോ ബാഗ് ആണെങ്കിൽ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, ബയോളജി വേസ്റ്റ് ഡിസ്പോസലിന്റെ കാര്യമാണ് പറയുന്നത്. ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്, എക്സ്പയർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻ, കെമിക്കൽ വേസ്റ്റ്, മൈക്രോബയോട്ടി ആൻഡ് അതർ, ക്ലിനിക്കൽ ലാബ് വേസ്റ്റ്, കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ്. റെഡില് റീസൈക്ലബിൾ വേസ്റ്റ്, ട്യൂബിംഗ് ബോട്ടിൽ, IV ട്യൂബ്, കത്തീറ്റർ, യൂറിൻ ബാഗ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഗ്ലോവ്സ്. വൈറ്റില് ഷാർപ്സ് ഇൻക്ലൂഡിംഗ് മെറ്റൽസ്, ബ്ലൂവില് ഗ്ലാസ് വെയർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.